ആയിട്ട് RSS ആണെങ്കിലും അതിൻ്റെ റൈറ്റ് വിങ്ങിലുള്ള ഹാർഡ് കോർ അവരുടെ ഒരു വലിയ ഡിമാൻഡാണ് റിസർവേഷൻ കുറച്ച് കൊണ്ടുവന്ന് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക. അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന വസ്തുതയുണ്ട്, വരാൻ പോകുന്ന 10-15 വർഷം കഴിയുമ്പോൾ ഇന്ത്യയുടെ ബ്യൂറോക്രസിയിലും, അതായത് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും, അതേപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ ബ്യൂറോക്രസിയിലും പല ഡിപ്പാർട്ട്മെൻറ്റിലും കീ ആയിട്ടുള്ള പല പൊസിഷനിലും അപ്പർ കാസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഗ്രാജുവലി വൈപ്പ് ഔട്ട് ചെയ്യുമെന്നറിയാം. കാരണം ഇവർക്കറിയാവുന്ന സംഭവം തന്നെയാണ്. കാരണം ഇവരാണ് ജുഡീഷ്യറി പോലും, ഇത് ജുഡീഷ്യറിയും കയറി ബാധിച്ചിട്ടുണ്ട്. കാരണം ഇവർക്കൊക്കെ അറിയാവുന്ന വസ്തുതയാണ് ഇതിനെയും ഫർദർ ഇതെങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്തില്ല എങ്കിൽ ഇത് ഈ സംഭവങ്ങൾ ഇവരുടെ കയ്യിൽ നിന്നെല്ലാം പോകും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴീ നടക്കുന്ന ഒരു പ്രക്ഷോഭം, അതായത് UGCയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രക്ഷോഭം, അതൊരു കിട്ടിയൊരു ചാൻസ് എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ വളരെ നാളുകളായിട്ട്, വളരെ വേണമെങ്കിൽ പറയാം വളരെ വർഷങ്ങളായിട്ട് ഇവർ കൊണ്ടു കിടക്കുന്നൊരു ഇഷ്യൂ ആണ്. റിസർവേഷൻ എന്ന് പറഞ്ഞ സംഭവം ഗ്രാജുവലി കൊണ്ടുവന്ന് അബോളിഷ് ചെയ്ത് അത് പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് ജനറൽ മെറിറ്റിലോട്ട് കൊണ്ടുവരണം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. ഇന്ത്യയിലെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാം. എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഡിഫൻസിൽ നല്ല ഓഫീസേഴ്സിനെ, അത് അർബൻ ക്ലാസ്സിൽ നിന്നാണ് വരുന്നത്, ഇവരെന്താ ഇപ്പം പോകാത്തത്? എന്തുകൊണ്ടാണ് ഡിഫൻസിലുള്ളൊരു ഒഫീഷ്യൽസ് ഗ്രാജുവലായിട്ട് ഇന്ത്യയിൽ ഉണ്ടാകുന്ന സംഭവം എന്ന് പറയുന്നത്, ഇവരുടെ മക്കൾ അധികം പേരും ഡിഫൻസ് ഓഫീസേഴ്സ് ആയിട്ടാണ് പോകുന്നത്. കാരണം അവരുടെ പേരൻസ് ആണെങ്കിൽ അവരുടെ പേരൻസും ഒരു ഡിഫൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പക്ഷെ ഉണ്ടായ സംഭവം എന്ന് കഴിഞ്ഞ 20 കൊല്ലം കൊണ്ട് ഇന്ത്യയുടെ ഡിഫൻസിൻ്റെ ഓഫീസേഴ്സ് കേഡറിൽ ഏകദേശം 8,000-ഓളം വേക്കൻസികളുണ്ട്. കാരണം അതേപോലെ കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ഒഫീഷ്യൽസിനെ എടുക്കുവാൻ, റിക്രൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ പേരിലാണ് ഈ ഷോർട്ടേജ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു ഡിഫൻസ് ഓഫീസർ, അദ്ദേഹം, അവരുടെ ഫാമിലി, അവർ ചിന്തിക്കുന്നില്ല, അതായത് അവർ നോക്കുന്നില്ല പഴയതുപോലെ അവരുടെ മക്കളെ ഡിഫൻസിൻ്റെ ഒഫീഷ്യൽസ് ആക്കാൻ വേണ്ടി. ഇവർക്കെല്ലാം മറ്റുള്ള ഓപ്പർച്യൂണിറ്റി, ഇവർ വിദേശത്തോട്ടങ്ങ് പോവുകയാണ്. അതുകൊണ്ടാണ് RSSൻ്റെ തലവൻ പറയുന്നത് കൂടുതൽ കുട്ടികളുണ്ടാകണം. ഇത് വെറുതെ പറയുന്നൊന്നുമല്ല. ഇവരൊക്കെ പോവുകയാണ്, മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണ് ഇൻഫ്ലുവൻസ് ആയിട്ട്. അതായത് ഇന്ത്യയിൽ ശരിക്കും ഒരു ബ്രെയിൻ ഡ്രെയിൻ ശരിക്കും ഉണ്ട്. ഇത് ചെറിയ സംഭവമൊന്നുമല്ല. അതായത് ഇവിടുത്തെ ഒരു ക്ലാസ് ആൾക്കാരും മുഴുവനും ഇന്ത്യ വിട്ടു പോവുകയാണ്. കാരണം പിന്നീട് അവരുടെ ഫാമിലി പോകുന്നു, പിന്നീട് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറിപ്പോകുന്നു.